സാരില്ല, ഒക്കെ ശരിയാവും. കളവൻ അങ്ങനെ ഇരുന്ന് പറയാം. മാന്തി തോല് പൊളിക്കുന്ന പോലെ ഒറ്റ വലിയല്ലേ, അസ്ഥികൾ നുറുങ്ങും. പണ്ട് ഞാൻ ഒറ്റപ്പാലത്തെ തല്ലാൻ ഇറങ്ങിയപ്പോ മാന്തപ്പുറ മൊയ്തു. ഭയങ്കര തല്ലുകാരനല്ലേ. ഞാൻ ഇതുപോലെയല്ലേ വീഴ്ത്തിയത്. പിന്നെ ഞാൻ തന്നെ അങ്ങോട്ട് ശരിയായി കൊടുത്തു. കാലിന്റെ അടിയിലെ ഈ ഞരമ്പോ തച്ചൊടിച്ച് പൊടിക്കുമല്ലായിരുന്നു. ഞാൻ 6 മാസമായിരുന്നു കോട്ടക്കല്ലായിരുന്നു. നീ എന്ന് കാണാൻ വന്നല്ലേ? അത് ആശാനെ ചികിത്സിക്കുമ്പല്ലേ? അറിയാനാണ് കാണാൻ പോയല്ലേ. ഇവൻ ചുമ്മാ തെറ്റിദ്ധരിച്ചു ഞാൻ അടി കിട്ടി കിടക്കുവായിരുന്നെന്ന്. അടി ആർക്ക് കിട്ടിയാലെന്താ? മിണ്ടാൻ പറ്റാതെ കിടന്ന ആശാനല്ലേ? അയ്യോ, ഇതൊരു അടിയുടെ വിളിയാണല്ലോ. ഇനി ആരുമില്ല, ഇനി ആരുമില്ല. ഇങ്ങോട്ട് പോരെ. ആരുമില്ലേ? ഇറങ്ങി വാടാ. നിനക്കെന്താടാ അവിടെ കാര്യം? ഹസൻ എവിടെ? നിങ്ങൾക്ക് എന്താ ഇവിടെ കാര്യം? ശരിയാ, ഇന്ന് കാര്യമൊന്നുമില്ല. പക്ഷേ നാളെ മുതൽ എനിക്കല്ലേ കാര്യമുള്ളൂ. നീ അകത്ത് കയറി നിൽക്ക്, നല്ല മഞ്ഞുണ്ട്. പനി പിടിച്ച നാളെ എൻ്റെ മണവാട്ടിയല്ലേ നീ. ഹസൻ എവിടെ? അവനെ വിളിക്കേ, എനിക്ക് അവനെ കാണണം. പെരുഞ്ച, നീ ഇപ്പൊ പോ. എന്നും എല്ലായിടത്തും ഒരാൾക്ക് തന്നെ ജയിക്കാമെന്ന് കരുതണ്ട. തകർച്ചയുടെ തുടക്കം അത് എങ്ങനെയാണെന്ന് ആർക്കും പറയാനും പറ്റില്ല. അതുകൊണ്ട് പരാജയത്തിന് തുടക്കം കുറിക്കാൻ നിൽക്കാതെ നീ ഇപ്പൊ പോ. ഇപ്പോ എല്ലാവരും ഒന്നായി അല്ലേ? അവനെ ഞാൻ എടുത്തോളാം. നിങ്ങളെല്ലാവരും ഒന്നാവുമ്പോ ഞങ്ങള് മാത്രം മതി. അവന്റെ ഉദ്ദേശം ഇപ്പൊ മോൾക്ക് മനസ്സിലായില്ലേ? തല്ലു തോറ്റ അവന്റെ ഭാര്യയാവണം. അതിലും വലിയ ദുരുദ്ദേശം വല്ലതും ഉണ്ടോ? അതല്ല പറഞ്ഞത്. കളത്തിൽ പക എരിഞ്ഞു തുടങ്ങിയാൽ പിന്നെ തടുക്കാനാവില്ല. അത് തലമുറകളിലേക്ക് പടരും. കയ്യാങ്കളി ഈ നാടിൻ്റെ ഒരു സംസ്കാരമാണ്. എന്തിൻ്റെ പേരിലായാലും അത് സംഘർഷത്തിലെത്തിക്കാൻ അനുവദിച്ചുകൂടാ. എന്തും തുടങ്ങി വയ്ക്കാൻ വളരെ എളുപ്പമാണ്. അത് നമ്മൾ തിരിച്ചറിഞ്ഞേ പറ്റൂ. ഈ കയ്യാങ്കളിയിൽ ജയിച്ചേ മതിയാകൂ. അതിന് കരുത്തുണ്ടായില്ലെങ്കിൽ കളത്തിൽ നിന്ന് പടിയിറങ്ങുന്നത് അച്ഛനെ പോലെ ശപഥം ചെയ്തുകൊണ്ടാവില്ല. നാളെ രാവിലേക്ക് ശരിയാവും. പൊയ്ക്കോളൂ, ഇനി ഇവിടെ കാണരുത്. മരിക്കേണ്ടി വരില്ല. എവിടെയായിരുന്നു നീ? മാസം 2 കണ്ടിട്ട്. കണ്ണൂരായിരുന്നു. ഷംസീറും ടീമും കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുക. ഒന്ന് കൂടിയിട്ട് എത്ര നാളായിടാ. അതിനെന്താ, ഇന്ന് കൂടാലോ. ഇതാ മാഷ് പറഞ്ഞ പുസ്തകം. തത്വശാസ്ത്രത്തിന്റെ തത്വങ്ങൾ കുറെ തപ്പി. പിന്നെ കോഴിക്കോട് DC കിട്ടിയത്. നീ ഇതൊന്നും ഇതുവരെ മറന്നില്ലേ? എന്താ മാഷെ, മാഷും ഈ നാടും മണ്ണും ഒക്കെ എനിക്ക് മറക്കാൻ പറ്റും. എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും സന്തോഷമായിട്ടുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഈ മണ്ണിൽ എന്റെ മാഷിന്റെ കൂടെയല്ലേ. നമുക്ക് പോയാലോ? പറ്റില്ല, പരീക്ഷ എടുക്കാറായി. ക്ലാസ് കളയാൻ പറ്റില്ല. വൈകിട്ട് പതിവ് പോലെ നമുക്ക് വായനശാലയിൽ തന്നെ തുടങ്ങാം. ആയിക്കോട്ടെ. ഷംസീറിനെ വിളിച്ചോ? ഓ ശരി മാഷെ, ശരി. കിട്ടേണ്ട തന്നെയായിരുന്നു.
കാലം ഇവിടെയൊന്നും കണ്ടിട്ടില്ലായിരുന്നു. ദേ മഞ്ജു, ഇങ്ങനൊന്നും പറയരുത്. അത് നമ്മുടെ ഏട്ടന്റെ കൂട്ടുകാരനാട്ടോ. അതെ, അവന്റെ നോട്ടത്തിലെങ്ങാൻ വീണാണ്ടല്ലോ കൊല്ലി ഞാൻ. എന്റെ ഏട്ടന്റെ പെണ്ണാ നീ. പിന്നെ അങ്ങനെയാണെങ്കിൽ നിന്റെ ഏട്ടനോട് പറഞ്ഞ് എന്നെ കെട്ടിക്കൊണ്ട് പോവാൻ പറ. കെട്ടിക്കൊണ്ട് പോണോന്നില്ല, കെട്ടോന്നൊരു വാക്ക് പറഞ്ഞാ മതി. അതിനെന്റെ മരുങ്ങോടനേട്ടനെ പ്രേമം എന്താന്ന് പോലും അറിയില്ല. ഏട്ടന്റെ സ്ഥാനത്ത് ഇതുപോലൊരാളായിരുന്നെങ്കിൽ കോളേജിലെ എത്ര പെൺപിള്ളേര്. മഞ്ജു, എന്റെ ഏട്ടൻ അങ്ങനെ പെൺപിള്ളേരെ പുറകെ നടക്കുന്നവനൊന്നല്ല. ഓ, ഇപ്പൊ നിന്റെ ഏട്ടനാ. നീലിമ, എന്താ ഏട്ടാ? അത് പറയേട്ടാ, ഞങ്ങൾക്ക് വേഗം വീട്ടിൽ പോണം. അല്ല, മാഷ് കോളേജിൽ നിന്ന് ഇറങ്ങിയോ? ആ, ഏട്ടൻ പുറകെ വരുന്നുണ്ട്. ഞങ്ങൾ പോട്ടെ. ആ ശരി. തനിയോന്ത് തന്നെ. മാഷേ, വാടാ, ആ. ഒന്ന് കേറിയിട്ട് പോവാം. നമസ്കാരം. എന്താ മാഷെ, പരീക്ഷ തിരക്കാ? പല വാർഷികത്തിന്റെ കാര്യം ചർച്ച ചെയ്യണ്ടേ? ആവാലോ. അടുത്ത ഞായറാഴ്ച ഒരു മീറ്റിംഗ് വിളിച്ചാലോ? ആയിക്കോട്ടെ. ഇപ്രാവശ്യം നാടകം തന്നെ വേണം. ഒരെണ്ണം പുതിയത് എഴുതിയെന്ന് ആലോചിക്കുക. അങ്ങനെയാണെങ്കിൽ ആ നാടകത്തിന്റെ പേര് ജനങ്ങളുടെ തലവിധി എന്ന് പേര് ഞാനല്ല എഴുതുന്നത്, ബാലൻ മാഷാ. മാഷ് ഇങ്ങോട്ട് വന്നേ. ഞായറാഴ്ച അല്ലേ മീറ്റിംഗ്? ഞങ്ങൾക്ക് ഇത്തിരി പരിപാടിയൊക്കെ ഉണ്ട്. ചിമ്പു, നീ പോകുമ്പോ സൈക്കിൾ എന്റെ വീട്ടിലൊന്ന് എത്തിച്ചേക്കണേ. എന്താടാ ചിമ്പു, ഇങ്ങനെ ചായയും കൊടുത്ത് നടന്നാ മതിയോ? ഒരു പ്രധാനമന്ത്രിയൊക്കെ ആവണ്ടേ? കളിയാക്കൊന്നും വേണ്ട. വേണ്ടി വന്നാലേ പഞ്ചായത്ത് പ്രസിഡന്റ് വരെയാവും. പ്രസിഡന്റ് ആയതിനു ശേഷേ ഇങ്ങോട്ട് എച്ചിപ്പേട്ട സഹായിക്കണം, എച്ചിപ്പേട്ട സഹായിക്കണം, എച്ചിപ്പേട്ട ചിഞ്ചു, എവിടേക്കാ പോണേ? ഓർത്തില്ല. ആ, വാ. ചായ. ഇന്നത്തെ രാത്രിയിൽ പാതിര നേരത്ത് തൂങ്ങി മരിക്കും പെണ്ണവള്, തൂങ്ങി മരിക്കും പെണ്ണവള്. ഇന്നത്തെ രാത്രിയിൽ തൂങ്ങി മരിക്കണ പെണ്ണിവേളെ, തൂങ്ങി മരിക്കണ പെണ്ണു. അല്ല പക്ഷേ, ഞാനൊരു കാര്യം കേട്ടല്ലോ. മാഷേന്ന് ഇവനെന്തോ കൊളുത്തൊപ്പിക്കാനുള്ള പരിപാടിയാ. അതാ ഈ പ്രാസം വെച്ചുള്ള തുടക്കം. നീ പോടാ. എന്നാ നിങ്ങളുടെ കല്യാണം ആരുടെ? ഞാനില്ലാത്ത സമയത്ത് അതും സംഭവിച്ചോ? ഇവൻ വെറുതെ ഓരോന്ന് ആലോചിച്ചുണ്ടാക്കണതാ. മാഷേ, ആ പെണ്ണില്ലേ നീലിമ, നിങ്ങളുടെ കല്യാണം എന്നാന്നാ ചോദിച്ചത്. നീ എന്തായി പറയുന്നത്? കല്ല് കുടിച്ച തോന്നിയാസം പറയുന്നത് കേട്ടോ. പെങ്ങളെ ആരെങ്കിലും കല്യാണം കഴിക്കോ? എന്റെ മാഷിനെ ഞാനൊരു പെണ്ണിനെ കണ്ടെത്തും. സുന്ദരിയായൊരു പെണ്ണിനെ. അത് ഈ ലോകത്തിന്റെ ഏത് കോണിലായാലും. തൂങ്ങി മരിക്കണ പെണ്ണവള്, തൂങ്ങി മരിക്കണ പെണ്ണവള്. നീ എന്നെ നോട്ട് ഡ്രോപ്പ് ചെയ്. ബാല, അനിയത്തിയുടെ പിറന്നാളിന് ചന്ദ്രൻ മാത്രം മതിയോ? ഞങ്ങളാരും വേണ്ടേ? ഒന്ന് പോടാ, ഞങ്ങളില്ല നിന്റെ വെണ്ടയ്ക്ക സാമ്പാറും കഴിക്കാൻ. പേരിനൊരു പെഗോ, എന്തിന് മണത്തിനൊരു ഉണക്കമീൻ പോലും ഉണ്ടാവില്ല. ഞങ്ങളിവിടെ ആഘോഷിച്ചോളാണ്. ഞങ്ങൾക്കുള്ളത് ഇവിടെ എത്തിക്കണം. 2 കുപ്പി റമ്മും പിന്നെ കടിച്ചു വലിക്കാൻ എന്തെങ്കിലും.